കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അനുമോദന സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ അധ്യയന വർഷം SSLCക്കും +2-ലും ഫുൾ A+ നേടി ഉന്നത വിജയം കരസ്ഥമാക്കി. അതുപോലെ CBSE ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഈ പ്രദേശത്തെ മിടുക്കരായ നമ്മുടെ ഭാവി തലമുറയെ അനുമോദിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം നോർത്ത് കേരള അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 2-3 ഇനങ്ങളിലായി ഇത്തരത്തിൽ നമ്മൾ പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും അവരെ നാടിൻ്റെ വികസനത്തിൽ പങ്കാളികളാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. ഇന്ന് യുവതലമുറ ഒന്നാകെ വലിയ ആശങ്കയിലും പ്രതിസന്ധിയിലും അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള തൂഫാൻ എന്ന് പറയുന്ന ആ ലഹരിയെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ തന്നെ കഴിഞ്ഞ ഒരു മാസക്കാലം കൊണ്ട് മാത്രം ആയിരക്കണക്കിന് കേസുകളാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുള്ളതും അറസ്റ്റ് ചെയ്തിട്ടുള്ളതും. ഈ അറസ്റ്റ് ചെയ്ത കുട്ടികളൊക്കെ തന്നെയും അവരുടെ ചെറുപ്പത്തിൽ വളരെ മികച്ച വിദ്യാർത്ഥികളായി നല്ല കുട്ടികളായി വളർന്നു വന്ന ആളുകൾ തന്നെയാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ വാർത്ത വായിക്കുമ്പോൾ എഞ്ചിനീയർമാരും അതുപോലെ തന്നെ ഡോക്ടർമാരും പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇത്തരത്തിലുള്ള കേസുകളിൽ അകപ്പെട്ടുകൊണ്ട് നാടിന് വിപത്തായി മാറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും ആത്മാർത്ഥതയുടെയും ഫലമായി നേടിയെടുത്ത ഈ ഫുൾ A+ നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ഭാഗമാണ് എന്ന് നിങ്ങൾ ധരിക്കണം. നിങ്ങളുടെ രക്ഷിതാക്കളുടെ അഭിമാനമാണ് നിങ്ങൾ. നാളെ കൂടുതൽ ഉയർന്ന പഠനത്തിലേക്ക് നീങ്ങേണ്ട നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയത്തിലേക്ക് ഒരു ജോലി സാധ്യതയുള്ള വിഷയത്തിലേക്ക് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അന്ന് SSLC ഫീൽഡ് ബാച്ചുണ്ടായിരുന്നു. തോറ്റ കുട്ടികളുണ്ടായിരുന്നു, ആയിരക്കണക്കിന് കുട്ടികൾ. ഇന്നതില്ല. പക്ഷേ അന്നത്തെ നിലവാരം ഇന്നത്തെ മുഴുവൻ കുട്ടികൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതൊക്കെ നമ്മുടെ സംവിധാനത്തിൻ്റെ തകരാറാണ്. ഈ കാലഘട്ടത്തെ നമ്മൾ നേരിടുന്ന വെല്ലുവിളി നമ്മുടെ ബഹുമാന്യനായ അഷ്റഫ് മമ്പറം സ്വാഗത പ്രസംഗത്തിലും ശ്രീധരൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ചോദിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിനും ഏറ്റവും വലിയ വിപത്ത് നമ്മുടെ രാജ്യത്തെ നാടിനെ കാർന്നു ആ മഹാവിപത്ത് ലഹരി, രാസലഹരി. അതിനെ നമ്മൾ എങ്ങനെ അതിനെ വർജിക്കണം, അതിനെതിരെ എങ്ങനെ ബോധവൽക്കരണം നടത്തണം എന്നൊക്കെ ഇന്ന് എല്ലാ സ്കൂളുകളിലും ക്ലബുകളിലുമൊക്കെ വളരെ ഭംഗിയായി നടത്തുന്നുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടി അത് പിടിച്ചു കെട്ടാൻ നൂതന സംവിധാനത്തോടുകൂടി ലഹരി മാഫിയക്കെതിരെ ഓപ്പറേഷൻ തുഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റ്, ലഹരിക്കെതിരെ കൊടുങ്കാറ്റ് നമ്മുടെ രാജ്യത്തുടനീളം വ്യാപിപ്പിച്ചിരിക്കുന്നു.
ആയിട്ട് നേരിടുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ലഹരി വേട്ട നമുക്ക് പിടിക്കാനും മയക്കുമരുന്ന് വ്യാപനം നടത്തുന്നവരെ തടയാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചുകുട്ടികൾ ആ മാർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഏറെ പ്രയാസമുണ്ട്. എൻ്റെ മകൻ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ അവൻ്റെ ഭാവഭേദം കണ്ടാൽ മനസ്സിലാക്കിയാൽ നമ്മളവരെ പിന്തുടരണം എന്നാണ് എനിക്ക് പറയാറ്. എൻ്റെ മകൻ ഒരിക്കലും ലഹരിയെ പ്രോത്സാഹിപ്പിക്കില്ല അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കില്ല എന്ന് പറയാൻ ഒരച്ഛനും അമ്മക്കും സാധ്യമാണ്. പ്രാഥമികം അങ്ങനെയാണ്. അതുകൊണ്ട് ആ ലഹരിക്കെതിരെ നമ്മൾ കരുതിയിരിക്കണമെന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ ആരാകും നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. നാളെ നിങ്ങൾ ആരാകും ആർക്കാ പറയാൻ സാധിക്കുക? നിങ്ങളെപ്പോലെ തന്നെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ആരുമല്ലാത്ത വെറുമൊരു വിദ്യാർത്ഥിയായാണ് ആ കുട്ടി പിൽക്കാലത്ത് നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായ KR നാരായണനും ഡോക്ടർ APJ അബ്ദുൽ കലാമൊക്കെ പഠനകാലത്ത് ദാരിദ്ര്യം കൊണ്ട് വളരെ കഷ്ടത അനുഭവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആളുകളായിരുന്നു. മത്സ്യക്കച്ചവടം നടത്തിയ പിതാവിൻ്റെ മകനായിട്ട് പഠിച്ച APJ അബ്ദുൽ കലാം അങ്ങാരെങ്കിലും കലാം വലിയ ശാസ്ത്രജ്ഞനായി മാറും, ഭാവിയിൽ ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയാകും, ആരും മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ KR നാരായണൻ ദാരിദ്ര്യത്തിന് നെല്ലിപ്പടി കണ്ട ആളാണ്. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ചെറ്റക്കുടിലിൽ കഴിഞ്ഞ് KR നാരായണൻ അദ്ദേഹം പഠിക്കുമ്പോൾ തൻ്റെ കളിക്കൂട്ടുകാരൻ ഒരു ബാബു അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞു. ആ ബാബുവിൻ്റെ ചോറ്റുപാത്രത്തിൽ നിന്നാണ് കൂടുതൽ സമയവും KR നാരായണൻ എന്ന കൊച്ചുകുട്ടി ഭക്ഷണം കഴിച്ചത്. ഒരു ദിവസം ഞാൻ കഥ പറയും. KR നാരായണൻ എന്ന കൊച്ചുകുട്ടി ബാബുവിൻ്റെ വീട്ടിൽ പോകുന്നു. വലിയ മണിമാളിക, താൻ പിറന്നത് ഒരു ചെറ്റക്കുടിൽ. ആ മണിമാളിക കണ്ട് അമ്പരന്ന ബാബു ആ വീട്ടിൽ പോയപ്പോൾ വലിയൊരു പട്ടിക്കൂട്. ആ പട്ടിക്കൂട്ടിൽ ആ പട്ടിക്ക് ദിവസവും മത്സ്യമാംസാദികൾ വലിയ വിലപിടിപ്പുള്ള മത്സ്യവും മാംസവുമൊക്കെ സുഭിക്ഷം ആ പട്ടിക്ക് കൊടുക്കുന്നു. വീട്ടിൽ നാരായണൻ വലിയ സൽക്കാരം, വിഭവ സമൃദ്ധമായ ആഹാരം അതൊക്കെ കഴിച്ച് ആ കുട്ടി ക്ലാസ്സിൽ പോയി. അടുത്ത ദിവസം ക്ലാസ് ടീച്ചർ ഓരോ കുട്ടികളോടും നിങ്ങളുടെ ആഗ്രഹം, ഭാവിയിൽ അല്ലെങ്കിൽ വരും ജന്മത്തിൽ നിങ്ങൾ എന്താകണം, ആരാകണം, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? ഓരോ കുട്ടികൾ പറഞ്ഞു എനിക്ക് ഡോക്ടറാകണം, അല്ലെങ്കിൽ എഞ്ചിനീയറാകണം, ശാസ്ത്രജ്ഞനാകണം എന്നൊക്കെ പാഠപ്പെടും. KR നാരായണൻ എന്ന കുട്ടി പറഞ്ഞത് എനിക്ക് ബാബുവിൻ്റെ വീട്ടിൽ പട്ടിയായി ജനിച്ചത്. ബാബു വരും കാലത്ത് ടീച്ചർ ആകെ തന്നെ പരിഹസിക്കുകയാണെന്ന് തോന്നി. ടീച്ചർ ചോദിച്ചുണ്ടായി. അപ്പോൾ പറഞ്ഞു, ബാബുവിൻ്റെ വീട്ടിലെ പട്ടി, ആ പട്ടിയായി ജനിക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് ദാരിദ്ര്യത്തിൻ്റെ ആ വാക്കാണ്. അപ്പം ആ KR നാരായണൻ ഭാവിയിൽ നമ്മുടെ രാഷ്ട്രപതിയായി. അതുകൊണ്ട് എൻ്റെ മക്കൾ, നിങ്ങൾ നാളെ ആരാകും എന്നാർക്കും പറയാൻ സാധിക്കും. നിങ്ങൾ നാളെ വലിയ ആളാകുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോട് മാതൃസ്നേഹം, പിതൃസ്നേഹം ഒരിക്കലും മറക്കരുത്. വെച്ച്
ബാണം തോർത്തപ്പോൾ ഒരു ബാണമാണ് എയ്തതെങ്കിൽ അത് ചെല്ലുമ്പോഴേക്കും ഒരു 100 അമ്പുകളായി മാറി ആ വേട്ടപ്പട്ടികളെ ആ വായ തുറന്ന ആ വായ്ക്കകത്തേക്ക് ആ ഒരു 100 അമ്പുകൾ എഴുതി. ആ വേട്ടപ്പട്ടി വളരെ ധീരമായി ഞാൻ നേരത്തെ പറഞ്ഞു നല്ല ഒരു ചടങ്ങായി മാറ്റാൻ സംഘാടകർക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ വലിയവരാവാനും ഉന്നത സ്ഥാനങ്ങളിലെത്താൻ ഈ റിസൾട്ട് നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ. ഇത് ഭാവിയിലേക്കുള്ള ഒരു കാൽവെപ്പായി നിങ്ങൾ കാണണം. നല്ല ഭാവി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഔപചാരികതയുടെ പേരിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് മകനായ അബ്ദുറഹ്മാന്റെ മകനാണ്. SLC ഫുൾ A+ കൈലാഷ് PS സീമ ടീച്ചറുടെ മകനാണ്. 10th ഫുൾ A+ മുഴുവൻ മാർക്കും നേടിയ +2 ഫുൾ A+. അവർ ഒരു അത്യാവശ്യ കാര്യത്തിലാണ് അത് എത്തിക്കുന്നതായിരിക്കും. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടില്ല. പിന്നെ നമുക്ക് ഒരു അനുമോദനം കൊടുക്കാനുള്ളത് ലോങ് ജമ്പിൽ ഫസ്റ്റ് നേടുകയും അതോടൊപ്പം തന്നെ മറ്റ് 1-2 ഇനങ്ങളിൽ സെക്കൻഡ് നേടുകയും ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ശ്രിയ P ആണ്. നമ്മുടെ നാടിന്റെ അഭിമാനമായി അടുത്ത തലമുറ ആശംസകൾ. ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ മാസ്റ്റർ, സദസ്സിലെ മാന്യ വ്യക്തിത്വങ്ങളെ നമസ്കാരം. ഇനി നടക്കാനുള്ളത് ഇന്ന് രാവിലെ 16-ാം വാർഡിന്റെ അഭിനന്ദന യോഗം വയനാട് വെച്ച് തന്നെയാണ് നടന്നിരുന്നത്. കുഞ്ഞു കുട്ടിയെ നമ്മൾ അനുമോദിച്ചു ലോങ് ജമ്പിൽ. അപ്പോൾ ഇവർ അവരുടെ കാര്യം പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ ദേശീയ തലത്തിൽ റെക്കോർഡ് സ്ഥാപിച്ച ആളാണ്, പേര് വന്നുപോയി. അപ്പോൾ അവരുടെ ആ ഒരു പ്രേരണയാണ് ആ കുഞ്ഞുമകൾ ഇന്ന് ഈ ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്ക് ആ ലോങ് ജമ്പിൽ മെഡൽ കരസ്ഥമാക്കാൻ തുടങ്ങിയത്. രണ്ടു വാക്ക് പറയാൻ നമ്മുടെ സുരേന്ദ്രൻ മാസ്റ്റർ, സെക്രട്ടേറിയറ്റ് ബ്ലോക്ക് പ്രസിഡന്റ്. ഇവിടെ പോകുന്ന കുറേ കുട്ടികൾ നമ്മുടെ രാജ്യത്തുമുണ്ട്. ലഹരിയുമായി സംസാരിക്കുന്നൊന്നുമില്ല. എല്ലാവരും ഇവിടെ ഉന്നത വിജയം നേടിയ എല്ലാവർക്കും മറ്റൊരാൾക്ക് ആശംസ അർപ്പിച്ചു. അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ കുട്ടികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പേര് പറയുന്നില്ല. കൂട്ടായ്മയുടെ പേര് നന്ദി രേഖപ്പെടുത്തുന്നു. മത്സരിച്ച് ആവേശ മത്സരം കാഴ്ചവെച്ച നാടിനെ ഇളക്കി വരച്ച നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് VP അബ്ദുൽ റഷീദ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. യാദൃശ്ചികമായെങ്കിലും സംബോധന ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സുഹൃത്തുമായ VP അബ്ദുൽ റഷീദിനെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീധരമാസ്റ്റർ ഉൾപ്പെടെ ബഹുമാനായ പ്രൊഫസർ ഉൾപ്പെടെ നേതാക്കന്മാർ സഹപ്രവർത്തകരെ, ഞാനിങ്ങനെ രാവിലെ മുതലേ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് കൂടെ ഇറങ്ങിയതാണ്. രാവിലെ ബാബോട് ആരംഭിച്ച നമ്മൾ തന്നെ ഗൃഹപ്രവേശം, മരണം, അത് കഴിഞ്ഞ് കാലാച്ചറയിലെ അനുമോദന പരിപാടി, അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ അഞ്ചരക്കണ്ടിയിൽ വണ്ടിക്കാരൻ പീടിയിൽ അവിടെ NRS അനുമോദന പരിപാടി, അത് കഴിഞ്ഞ് പാറപ്പുറത്ത് SLC+2 കുട്ടികളുടെ അനുമോദനമാണ്. അവിടെ പോയി അത് കഴിഞ്ഞ് ഇരുവട്ടിയിലും പോയി പൊതുതുറപ്പിൽ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം കല്ലായിൽ തിരിച്ചു പോകണം. അപ്പോൾ രാവിലെ മുതൽ ഇങ്ങനെ മൂന്നാമത്തെ തവണയാണ് ഇരുവാടി പോകുന്നത്. പക്ഷെ പൊടി കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ കണ്ടുകൊണ്ടൊന്ന് നിർത്തിയതാണ്. വേറെ ഒരുപാട് സന്തോഷമുണ്ട്. മയിലുള്ളി വട്ട കോൺഗ്രസ് കമ്മിറ്റിയിലെ അനുമോദന സദസ്സ് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ്, ഉദ്ഘാടന ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെയുണ്ട്. ആദ്യം കുട്ടികൾ എത്ര പോയോ? എന്തായാലും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. മയിലുള്ളി മട്ടിലൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാവട്ടെ. ഇവിടെ ഈ അനുമോദനം തീർച്ചയായും
ഈ നാട്ടിലെ ഉള്ള ഒരു അംഗീകാരമാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും. ഇലക്ഷൻ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ കുറെ സ്ഥലത്ത് നന്ദി പറയാൻ പോയി, ഇവിടെ നന്ദി പറയാൻ പറ്റിയില്ല. എന്തായാലും 6 റൗണ്ട് ലീഡ് തന്നതിന് ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരോടെല്ലാം നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ സാന്ദർഭികം അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും അറിയിച്ചു നിർത്തുന്നു. വീട്ടിൽ പോയിട്ട് ഓണെ തിരിച്ചു കൊണ്ടാലും പറ്റിയില്ല. ഇനിയിപ്പോ സമയമില്ലാത്ത വണ്ടി ഇതിന് 6 പരിപാടിയാണ്. ഓളി കൊടുത്തിട്ട് അവരെ വീട്ടിലെത്തില്ല, വണ്ടിയിലുണ്ടെന്നേ.